പ്രൊഫസർ സ്റ്റാൻലി സെബാസ്റ്റ്യൻ, എന്തുകൊണ്ടാണ് ഈ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് നടത്തുന്ന സ്ഥാപനങ്ങളെ ഇപ്പോൾ സമീപകാലത്ത് അതാണല്ലോ ആ ഒരു പ്രവണത ലക്ഷ്യമിട്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നു? നോക്കൂ, മാസങ്ങൾക്ക് മുമ്പാണ് ഈരാറ്റുപേട്ടയിൽ ഒരു ക്രിസ്ത്യൻ ദേവാലയത്തിൻ്റെ കോമ്പൗണ്ടിൽ കുറച്ച് വിദ്യാർത്ഥികൾ അവർ അതിക്രമിച്ച് കയറി അവരോട് അവിടെ നിന്ന് കോമ്പൗണ്ട് വിട്ടു പോകണം എന്ന് പറഞ്ഞ വൈദികനെ വണ്ടി ഇടിച്ച് കൊലപ്പെടുത്താനൊരു ശ്രമം നടന്നു. അന്നും ആ വിഷയം ഞങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്തത്. അന്ന് പോലീസിൻ്റെ വിലക്കുണ്ടായിരുന്നു, കാരണം കുറേ പ്രതികളെയൊക്കെ പിടിച്ചു. പക്ഷേ അവരുടെ പേരൊന്നും പുറത്തു പറയരുതെന്ന്, പേര് പുറത്തു പറയരുത്. പക്ഷേ PC ജോർജ് ഈ വേദിയിൽ തന്നെ വന്നിരുന്ന് അവരുടെ പേരുകൾ ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്തു. പിന്നീട് PC ജോർജ് പറഞ്ഞ പേരുകാർ തന്നെയാണ് പ്രതിപട്ടികയിലുള്ളത് എന്ന് മനസ്സിലാവുകയും ചെയ്തു. ഇപ്പോഴിതാ നിസ്കാര സ്ഥലം അനുവദിച്ച് കിട്ടണമെന്നാവശ്യപ്പെട്ടാണ് ഒരു കലാലയത്തിൽ, പഠിക്കാൻ വരുന്ന സ്ഥാപനമാണ്, അല്ലാതെ നിസ്കരിക്കാൻ വരുന്നതല്ല, അവിടെ കലാലയത്തിൽ പ്രത്യേകമായിട്ടുള്ള ഒരു സൗജന്യം ഇവർക്ക് നൽകണം എന്ന് പറഞ്ഞ് സമരം നടത്തുമ്പോൾ അതിന് പിന്നിൽ ആരുടെ കറുത്ത കരങ്ങളാണ്? RVO ചൂണ്ടിക്കാണിച്ചു, ഇതിനെ അങ്ങനെ നമുക്ക് നിസ്സാരവൽക്കരിക്കാനാവില്ല, ഇത് വളരെ കൃത്യമായിട്ടുള്ള ആസൂത്രണത്തോടെയാണ് ഇപ്പോൾ വിദ്യാർത്ഥികളെ ഇറക്കി വിട്ടിരിക്കുന്നത്. ഇസ്ലാമികവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ, അതിൻ്റെ ഒരു കടന്നുകയറ്റമായിട്ട് തന്നെയല്ലേ ഇതിനെ കാണേണ്ടത്? ഇത് 100% തീവ്രവാദം തന്നെയാണ്, അല്ലാണ്ട് അതിന് വേറെ ചെറിയ വാക്കുകളൊന്നുമില്ല. 100% തീവ്രവാദം. കാരണം ഈ രാജ്യത്തൊരു നിയമമുണ്ട്, ഒരു പ്രാക്ടീസ് ഉണ്ട്. ഇവിടെ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും എണ്ണം കുറയുകയും ജിഹാദികളുടെ എണ്ണം ക്രമാതീതമായിട്ട് വർദ്ധിക്കുകയും ചെയ്തതോടുകൂടി ഈ ISIS ആസാദ് കേരൾ മാങ്ങ ആസാദി എന്ന് പറയുന്ന 2015 സംഭവം, അവല് മലര് കുന്തിരിക്കോ എന്ന് പറയുന്ന ആലപ്പുഴയിലെ മുദ്രാവാക്യവും അമ്പലനടയിൽ പച്ചയ്ക്ക് കെട്ടി തൂക്കൂ എന്ന് പറയുന്ന കാസർകോട്ടെ മുദ്രാവാക്യവും തന്നെയാണ് സംഭവം. പിന്നെ എനിക്ക് ഭയങ്കര അത്ഭുതം, ഈ അവിടുത്തെ പ്രിൻസിപ്പൽ, മൂവാറ്റുപുഴയിലെ പ്രിൻസിപ്പൽ ജീവനോടെ ഇരിക്കുന്നു എന്നത് കർത്താവിന്റെ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. പുള്ളി എങ്ങനെ 24 മണിക്കൂർ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഏറ്റവും വലിയൊരു അത്ഭുതം. അല്ലാതെ ഇത് കൃത്യമായിട്ട് ആ കോളേജിൽ പല പ്രാവശ്യം ആപ്ലിക്കേഷൻ കൊടുത്ത് റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള പിള്ളേരെ അവിടെ കൊണ്ടുപോയി അവരെ കൊണ്ട് അവിടെ നിസ്കാരം ചെയ്യിപ്പിച്ച് അവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ഇതൊരു 3-4 വർഷത്തെ പ്ലാനിങ് ആണ്, അല്ലാണ്ട് പെട്ടെന്ന് അവിടെ മുറി വേണമെന്നുള്ള ആവശ്യമല്ല. വളരെ ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷന് സെന്റർ ഓഫ് എക്സലൻസ്, ക്രിസ്ത്യാനികളുടെ പല സ്ഥാപനങ്ങളും സെന്റർ ഓഫ് എക്സലൻസ് ആണ്. വളരെ കൃത്യമായിട്ട് A ഗ്രേഡും 5 സ്റ്റാറും NAC അക്രഡിറ്റേഷനും തുടങ്ങി എല്ലാ ലോകോത്തര നിലവാരം പുലർത്തുന്ന സ്ഥാപനങ്ങളിലേക്ക് ഞങ്ങൾക്ക് പഠിക്കാനാണെന്നുള്ള വ്യാജേന ഒരു അഡ്മിഷൻ തരണോ അച്ചോ എന്ന് പറഞ്ഞ് സൂത്രത്തിൽ അവിടെ വരുന്നു, അവിടെ കയറുന്നു, അവിടെ കയറിയിട്ട് കൂടുതൽ ആൾക്കാരെയൊക്കെ കൂട്ടുന്നു. ഇത് തന്നെയല്ലേ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്ത് ചെയ്തത്. എൻട്രൻസ് എല്ലാം എഴുതി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞ് ഇട്ടാലേ പറ്റത്തുള്ളൂ, എങ്കിലേ ഡോക്ടർ ആകാൻ പറ്റത്തുള്ളൂ. ഇത് എല്ലാ സ്ഥാപനത്തിലും, ഗവൺമെന്റ് സ്ഥാപനമാണേലും ഹിന്ദുക്കളുടെ സ്ഥാപനമാണേലും ക്രിസ്ത്യാനികളുടെ സ്ഥാപനമാണേലും ഏത് സ്ഥാപനമാണേലും ഇവരവിടെ വരുന്നത് പഠിക്കാനല്ല. ഞങ്ങളുടെ മതം ഇവിടെ ഉണ്ട്, ഞങ്ങളുടെ മതം ഇവിടെ പ്രിവെയിൽ ചെയ്യുന്നു, ഞങ്ങൾ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുമെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് അവിടെ എത്തുന്നത്. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ അകത്ത് ക്രിസ്തീയ സഭകൾക്കും നേതൃത്വത്തിനും ഒരു ഭീമ അബദ്ധവും കൂടെ പറ്റി, അതും കൂടെ പറയണം. കാരണം 2004 തുടങ്ങി 2014 വരെ ഇവര് ഈ ജിഹാദികളെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടാണ് ഞങ്ങളുടെ ദീപിക പത്രവും ഞങ്ങളുടെ മെത്രാന്മാരും അച്ഛന്മാരും എല്ലാം ഇരുന്നത്. 2014 സിറ്റുവേഷൻ മാറി. 2019 നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? CIA NRC സമരം നടന്നപ്പം നിസ്കരിക്കാൻ വേണ്ടി ഈ കേരളത്തിലെ സ്കൂള്, കോളേജ്, പള്ളിമുറി, മെത്രാസന മന്ദിരം എല്ലാം തുറന്നു കൊടുത്തു. എന്നിട്ട് ഇവരെ കയറ്റി അവിടെ നിസ്കരിപ്പിച്ചു. ആ മെത്രാന്മാരൊക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, ആ അച്ഛന്മാരും ഒക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. CIA NRC സമരത്തിന് എന്തിനായിരുന്നു? പാവപ്പെട്ട പാകിസ്ഥാനിലെ ക്രിസ്ത്യാനിയെ അവിടുത്തെ ഹിന്ദുക്കളോടൊപ്പം രക്ഷപ്പെടുത്തി മോഡിജിയും BJP ഇവിടെ കൊണ്ടുവരുന്നതിനെതിരെ കേരളത്തിലെ മെത്രാന്മാരും കേരള കോൺഗ്രസ്സുകാരും കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റും ഉള്ള ക്രിസ്ത്യാനികളെല്ലാം കൂടെ ഇതാ ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ കയറി നിസ്കരിച്ചോ എന്നും പറഞ്ഞ് സ്കൂളും കോളേജും ക്രിസ്തീയ സ്ഥാപനങ്ങളും മൊത്തം തുറന്നു കൊടുത്ത് അവിടെ നിസ്കാരം അറേഞ്ച് ചെയ്ത് കൊടുത്തു. ഇതൊക്കെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടിക്കുരങ്ങിന് ഏണി ചാരി കൊടുക്കുന്ന പരിപാടിയാണ് ഇവർ ഈ 2004, 2014 അത് കഴിഞ്ഞ് 2019 വരെയുള്ള പരിപാടികളും ചെയ്തത്. ഇപ്പൊ ക്രിസ്ത്യാനി ഒരു ഈസി ടാർഗറ്റ് ആണെന്ന് ജിഹാദികൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി. മാത്രമല്ല, മൂവാറ്റുപുഴയ്ക്ക് ഒരു പശ്ചാത്തലമുണ്ട്. കൈവെട്ട് കേസ് നടന്ന സംഭവമാണ്. കേരളത്തിലെ പോലീസ് ആ കൈവെട്ട് കേസ് പ്രതികളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. CBI വന്ന് ശിക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ഗവൺമെന്റും കോടതിയും കൂടി അവർക്ക് ഒരു നെയിം സേക്ക് പണിഷ്മെന്റ് കൊടുത്ത് എല്ലാവരെയും തുറന്നിറക്കി വിട്ടു. ഇതിന്റെ അകത്ത് കോടതിയും ഗവൺമെന്റും കാണിച്ച കുറ്റകരമായ അനാസ്ഥയാണ് മൂവാറ്റുപുഴയിൽ തീവ്രവാദം ഇത്രയും കൂടാൻ കാരണം. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, ഇവിടുത്തെ ജിഹാദി സമൂഹത്തിൽ സ്ത്രീകൾ ഭയങ്കരമായിട്ടും റാഡിക്കലൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു, കുട്ടികൾ റാഡിക്കലൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അവല് മലര് കുന്തിരിക്കോ എന്ന് വിളിച്ചത് 10 വയസ്സുള്ള ഒരു കൊച്ചാണ് വിളിച്ചത്.
അതുപോലെ കേരളത്തിൽ ഇനി നടക്കാൻ പോകുന്ന കാശ്മീരിലും അല്ലെങ്കിൽ സിറിയയിലോ മറ്റു സ്ഥലത്തൊക്കെ നടക്കാൻ പോകുന്ന ഭീകരാക്രമണങ്ങളിൽ ആണുങ്ങളാണ് പങ്കെടുത്തെങ്കിൽ കേരളത്തിൽ ഇനി നടക്കാൻ പോകുന്ന ആക്രമണങ്ങളിലും ഇതുപോലത്തെ പരിപാടികളിലും ഒക്കെ സ്ത്രീകളായിരിക്കും മുൻനിരയിൽ. കാരണം കേരളത്തിലെ ആണുങ്ങളെക്കാട്ടിലും ജിഹാദി സ്ത്രീകൾ റാഡിക്കലൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അവരെ മുമ്പിൽ നിർത്തിയാണ്, മെഡിക്കൽ കോളേജ് ആണെങ്കിലും ഇവിടെയാണേലും ജിഹാദി സ്ത്രീകളെ മുമ്പിൽ നിർത്തിയാണ് ഈ പരിപാടി തുടങ്ങുന്നത്. ഇനി ഇവിടെ ബലദേവ് സാർ ഒരു കാര്യം പറഞ്ഞു, ഒന്നും അറിയത്തില്ല എന്ന്. അങ്ങനെ ഒന്നും അല്ല. ബലദേവ് സാറിനോട് ഞാൻ പറയാം, SFIയുടെയും മാർക്സ്വാദിയുടെയും ജിഹാദി വോട്ട് നഷ്ടപ്പെട്ടു. അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി CPM-ഉം LDF-ഉം കേരളത്തിന്റെ ഭരണകൂടം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് SFI അവിടെ കൂടിയിരിക്കുന്നത്. ആർഷോ പറയുന്ന നുണയൊന്നും ആർക്കും വിശ്വാസമില്ല. കാരണം ഈ ജിഹാദിയുടെ വോട്ട് കൃത്യമായിട്ട് MSF-ലോട്ടും KSU-ലോട്ടും ഒഴുകി. ഒരു കാര്യം മനസ്സിലാക്കുക, അവിടുത്തെ MLA, MP, ഈ എറണാകുളത്തെ MP, ചാലക്കുടിയിലെ MP, ഇടുക്കി കോട്ടയം MP, ഇവരൊക്കെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് മണിപ്പൂർ എന്നും പറഞ്ഞ് എന്നെ ആ കരച്ചിലായിരുന്നു. രണ്ട് ട്രൈബൽസ് തമ്മിലടിച്ചാൽ എന്ത് കരച്ചിലും എന്തൊരു ഇതാണ്. ആദ്യം ഞാൻ അവിടുത്തെ MLA-യും MP-യോടും ഒക്കെ പറയുന്നത്, നിങ്ങൾ ഒരു DNA ടെസ്റ്റ് ചെയ്ത് നോക്കുക, നിങ്ങളുടെ പിതാവുമായിട്ട് ഒരു DNA ടെസ്റ്റ് ചെയ്ത് നോക്കുക, മാച്ച് ആകുന്നുണ്ടോ എന്ന്. ഇവരെയൊക്കെ അതാണ് പറയേണ്ടത്. അവിടുത്തെ MLA-ക്കും MP-ക്കും ഒന്നും പ്രതികരണമില്ല. ക്രിസ്ത്യാനികളുടെ പേര് മാത്രമേ ഉള്ളൂ. സ്വന്തം അപ്പന്റെ അസ്ഥി എടുത്തൊരു ഒരു DNA ടെസ്റ്റ് ചെയ്ത് നോക്കുക ആദ്യം, അല്ലെ നട്ടലുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ദീപിക പത്രത്തിൽ ഇപ്പോഴും ഇത് വാർത്തയല്ല. കത്തോലിക്ക കോൺഗ്രസിനെ കൊണ്ടൊരു സൂത്രത്തിൽ ഒരു ബൂള ഇറക്കിച്ചു. ദീപിക പത്രത്തിന് പറയാനൊന്നുമില്ല. KCBC-ക്കും CBCIക്കും പറയാനൊന്നുമില്ല. 10 കേരള കോൺഗ്രസ് ഉണ്ട്, അവർക്ക് പറയാനൊന്നുമില്ല. എല്ലാം മണിപ്പൂരില്ല. ആ മണിപ്പൂരിൽ കിടക്കുന്നവർക്ക് ഒരു ടിക്കറ്റ് അയച്ചു കൊടുക്കാം, ഇങ്ങോട്ട് വാ. അല്ല പ്രൊഫസർ സ്റ്റാലി സെബാസ്റ്റ്യൻ, എന്തായാലും ഒരു മാറ്റം കാണാം. കാരണം നമ്മുടെ ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയ സമയത്ത് തൊടുപുഴ ന്യൂമാൻ കോളേജ് അധികൃതർ സ്വീകരിച്ച സമീപനം അറിയാമല്ലോ എല്ലാവർക്കും. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വന്നു. എന്തായാലും മൂവാറ്റുപുഴ നിർമ്മല കോളേജിൻ്റെ അധികാരികൾ അവർ ശക്തമായി പ്രതികരിച്ചു. ഇവരുടെ ആവശ്യത്തിന് വഴങ്ങിക്കൊടുത്തില്ല. അതൊരു മാറ്റം തന്നെയല്ലേ? അത് മാറ്റമല്ല, രണ്ടുമായിട്ട് വ്യത്യാസമുണ്ട്. കാരണം ഇവിടെ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഇത് വക്കഫാക്കി ഈ സ്ഥലം പോകും. അതുകൊണ്ടാണ് അച്ഛനും മാനേജ്മെന്റിനും ഇത് വേണ്ടെന്ന് പറയുന്നത്. ഇത് റെഗുലർ ആക്കി. ഇന്നസെന്റ് ആ കഥ പറഞ്ഞിട്ടുണ്ട്, മനോരമയിൽ കഥ പറഞ്ഞിട്ടുണ്ട്. ഇന്നസെന്റിന്റെ പഴയ ഒരു ആത്മകഥയെ പറഞ്ഞിട്ടുണ്ട്. ഒരു വ്യവസായം നടത്തുന്നവൻ അവിടെ ഇവർക്ക് സമയം പോകാണ്ടിരിക്കാൻ വേണ്ടി ഉച്ചയ്ക്ക് അവിടെ നിസ്കരിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തു. പക്ഷെ അത് കഴിഞ്ഞ് ഫാക്ടറി പൂട്ടിയപ്പം ആ സ്ഥലത്ത് നിന്നുമാര് പോയില്ല. ഇവിടെ അങ്ങനെ ഒരു സംഭവം ചെയ്തു കൊടുത്താൽ, ഇപ്പൊ കേരളത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് പല സ്കൂളുകളിലും കോളേജുകളിലും ക്രിസ്ത്യാനികളായ അൽമായർ അറിയാതെ അവിടുത്തെ മാനേജ്മെന്റും മെത്രാനും ഒക്കെ ചേർന്ന് സൂത്രത്തിൽ ഇന്ത്യയിൽ പല സ്ഥലത്തും ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിൽ മുസ്ലിം കുട്ടികളുടെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ഈ നിസ്കാരത്തിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് പക്ഷെ അത് അൽമായരോട് പറയത്തില്ല. ഒരു പ്രൈവറ്റ് റൂമെന്നോ വേറെ എന്തെങ്കിലും ഒരു പേരില് ഇവർക്കൊരു ചെയ്തു കൊടുക്കുന്നുണ്ട്. അല്ലാണ്ട് ഇത് ജിഹാദികൾ ചുമ്മാ ചോദിച്ചതല്ല മൂവാറ്റുപുഴയില്. ഇത് ക്രിസ്ത്യാനികളുടെ നേതാക്കന്മാർ, അതായത് ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ മുസ്ലിം കുട്ടികളുടെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ഇന്ത്യയുടെ പല ഭാഗത്തും ചെയ്തു കൊടുത്തിട്ടുള്ള വലിയൊരു അന്യായം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത് ശരിക്കും ഞാൻ ചോദിക്കട്ടെ, മണിപ്പൂർ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന CBCI മെത്രാനും KCBC മെത്രാനും ഒക്കെ ഒരൊറ്റ ഇടയിലാനും ഇറക്കിയാൽ മതിയല്ലോ. ഞങ്ങളുടെ സ്ഥാപനത്തിൽ വേറെ ദൈവങ്ങളെ ആരാധിക്കാൻ പറ്റത്തില്ല, അറബ് ദൈവങ്ങളെ ആരാധിക്കാൻ പറ്റത്തില്ല, ഇത് പണിതിരിക്കുന്നത് പഠിപ്പിക്കാനാണെന്നും പറഞ്ഞ് ഇറക്കത്തില്ല. ഇറക്കാൻ പറ്റത്തുമില്ല ഇവര്. കാരണം ഇവര് തന്നെയാണ് ഈ അഡ്മിഷൻ നടത്തുമ്പം നിങ്ങൾ പോരെ, നിങ്ങൾക്ക് എല്ലാ സൗകര്യവും ചെയ്തു തരാമെന്നും പറഞ്ഞു ചെയ്ത്. കേരളത്തിൽ മാത്രം എന്താന്ന് വെച്ചാൽ അൽമായര് ജാഗരൂകരായതുകൊണ്ട്, വേറെ ക്രിസ്ത്യൻ കുട്ടികൾ അവിടെ പഠിക്കുന്നതുകൊണ്ട്, ഇത് പുറത്തറിഞ്ഞതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇതൊരു ഇഷ്യൂ പോലുമല്ല. എനിക്കറിയാം കേരളത്തിന് പുറത്തൊക്കെ ഈ ഓഫർ കൊടുത്ത് പിള്ളേരെ പിടിക്കുന്നവര്. അപ്പൊ അതുകൊണ്ട് ഇവിടെ കൃത്യമായിട്ടൊരു സമീപനം. 10 കേരള കോൺഗ്രസ് ഉണ്ട്. ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ടോ? ഒരുത്തരേലും ജീവിച്ചിരിപ്പുണ്ടോ? എല്ലാം മണിപ്പൂരില്ല. ഒരു ട്രെയിൻ മണിപ്പൂരിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാം, ഇങ്ങോട്ട് വാ മൂവാറ്റുപുഴയ്ക്ക്. ആലുവയിൽ ട്രെയിൻ ഇറങ്ങിയിട്ട് തിരിച്ച് മൂവാറ്റുപുഴ റൂട്ടും പറഞ്ഞു കൊടുക്കാം. മണിപ്പൂരിൽ നിന്ന് തിരിച്ചെത്താൻ പറ്റിയിട്ടില്ല. കേരളത്തിലെ ക്രിസ്ത്യൻ നേതാക്കന്മാർക്കും ബിഷപ്പുമാർക്കും ദീപികയ്ക്കും ഒന്നും മണിപ്പൂരിൽ നിന്ന് തിരിച്ചെത്താൻ പറ്റിയിട്ടില്ല. സ്വന്തം കാലിന്റെ ഇടയിലുള്ള കോളേജ് പൊക്കോണ്ടിരിക്കുക. അന്നേരമാണ് ഇവിടെ മണിപ്പൂരോട്ട് പോയിരിക്കുന്നത്. മണിപ്പൂരൊന്നും അല്ല പ്രശ്നം, കേരളമാണ് പ്രശ്നം. സൈന്യം വരേണ്ടി വരുന്നത് സൈന്യം ഇല്ലാതെ തന്നെ ചിലപ്പോൾ മണിപ്പൂരിലെ പ്രശ്നം തീരും. പക്ഷെ കേരളത്തിൽ സൈന്യം വരേണ്ടി വരും. ഇവിടെ സഭയ്ക്കോ സഭാധികാരികൾക്കോ മെത്രാനോ ആർക്കെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇത് ഉടനടി കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ശ്രീ അമിത്ഷാജിക്ക് പരാതി കൊടുക്കുകയും സൈന്യത്തിന്റെ സംരക്ഷണം ആവശ്യപ്പെടുകയും NIA അന്വേഷണം ആവശ്യപ്പെടുകയാണ് ചെയ്യേണ്ടത്. കാരണം ഇവർക്ക് കൃത്യമായിട്ട്, ജിഹാദികൾക്ക് കൃത്യമായിട്ട് അറിയാം കേരളത്തിൽ നിന്ന് ക്രിസ്ത്യാനി മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അവരുടെ സ്വത്തുക്കൾ, അത് പള്ളി ആയിക്കോട്ടെ കോളേജ് ആയിക്കോട്ടെ, അതിനൊക്കെ ഏതെങ്കിലും രീതിയിൽ ഒരു റീസണിങ് ഉണ്ടാക്കി, ഞങ്ങൾക്ക് പണ്ട് അവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കാരണം ഉണ്ടാക്കി വെക്കുകയാണ് പോകുമ്പോൾ ഇതെല്ലാം പിടിച്ചെടുക്കാൻ വേണ്ടി. അല്ലാണ്ട് ഇതൊരു ചുമ്മാ അവളുടെ ഇടപാടൊന്നുമല്ല.
ഇനി രണ്ടാമത്തെ കാര്യം ഇവർ പറയുന്നത് കോളേജിന്റെ അടുത്ത് ജിഹാദികൾക്ക് ആരാധനാലയം ഉണ്ട്, അവിടെ പോകാൻ മേലെ വരാൻ മേലെ എന്നൊക്കെയാണ്. ഞാൻ ചോദിക്കട്ടെ, ക്രിസ്ത്യാനി എന്തിനാ അത് അന്വേഷിക്കുന്നത്? ഒറ്റ കാര്യം പറഞ്ഞാൽ മതി, അടുത്ത് മോസ്ക് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും പ്രിൻസിപ്പലും മാനേജ്മെന്റും ഒന്നും പറയണ്ട. ഒറ്റ കാര്യം വരും, ഈ കോളേജിൽ ഇത് നടക്കില്ല. ഇവിടെ അഡ്മിഷൻ ചോദിച്ചത് നിങ്ങൾ വന്നത് പഠിക്കാനാണ്, പഠിത്തമല്ലാണ്ട് ഒരു പണിയും നടക്കില്ല, ഇറങ്ങിപ്പൊക്കോ. ആ സമരം ചെയ്ത പിള്ളേരെ അവിടുന്ന് തന്നെ സെക്യൂരിറ്റിയെ വിളിച്ച് നാട്ടുകാരെ പിടിച്ച് അടിച്ചോടിക്കേണ്ടതായിരുന്നു. നിങ്ങളിവിടെ വന്നത് പഠിക്കാനാണ്, പഠിക്കാൻ പറ്റുന്നില്ല, വിട്ടു പൊക്കോളുക. ഇക്കാര്യത്തില് കൃത്യമായ ധൈര്യപൂർവ്വമുള്ള സമീപനം സ്വീകരിക്കാനുള്ള തന്റെ ഇടം കേരളത്തിലെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് കാണിക്കണം. നിങ്ങൾ വരുവോ പഠിക്കുവോ വരാണ്ടിരിക്കുവോ, അഡ്മിഷൻ കുറഞ്ഞാലും കുഴപ്പമില്ല, ഇവിടെ പഠിക്കുന്നവർ കൃത്യമായിട്ട് കോളേജിന്റെ നിയമം അനുസരിക്കണം, സ്കൂളിന്റെ നിയമം അനുസരിക്കണം. ഒരു കാരണവശാലും ഇത് സമ്മതിക്കത്തില്ല. അല്ലാണ്ട് നിങ്ങൾ അവിടെ പൊക്കോ, ഉച്ചയ്ക്ക് ഞാൻ ഇച്ചിരി സമയം തന്നേക്കാം, നിങ്ങൾ നടന്നു പോയിട്ട് പോരെ, ബൈക്കിന് പോയിട്ട് പോരെ, ഇതൊന്നും പറയേണ്ട ചുമതല ക്രിസ്ത്യാനിക്കോ മാനേജ്മെന്റിനോ ഇല്ല. അത് പറയേണ്ട കാര്യം കൃത്യമായിട്ട് തന്നെ പറയണം. അത് പറയാൻ ധൈര്യമില്ലെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ എല്ലാം ആ മേഖല മൊത്തം കോൺഗ്രസിന്റെയും UDF-ന്റെ ആൾക്കാരാണ്. എന്താ സംഭവിച്ചത്? KSU MSF ലയിച്ചു. ഈ MSF എന്നും പറഞ്ഞ അവിടെ സമരം ചെയ്തവനൊക്കെ പഴയ KSU ആ, അതാദ്യം മനസ്സിലാക്കുക. SFI-യും KSU-യും കൂടിയാണ്. KSU-വിന് നാണമായതുകൊണ്ട് MSF-ന്റെ ബാനറി വന്നു എന്നുള്ളതേ ഉള്ളൂ. ഇവരെല്ലാം ഒറ്റ കെട്ടായിട്ട് തന്നെയാണ് ഈ ജിഹാദി വോട്ടിന് വേണ്ടി കമ്മ്യൂണിസ്റ്റും കോൺഗ്രസുകാരും കൂടെ നടത്തുന്ന ഒരു പോരാട്ട നാടകമാണ് അവിടെ നടക്കുന്നത്. അതായത് ഒരു വിദ്യാർത്ഥി സംഘടനയും രാഷ്ട്രീയ പാർട്ടിയും പറയുന്നത് ഞങ്ങൾ ഈ സ്ഥലം പാകിസ്ഥാൻ ആക്കാവുന്നു, അപ്പൊ മറ്റോ പറയാണ് വേണ്ട ഞങ്ങൾ ഇത് അഫ്ഗാനിസ്ഥാൻ ആക്കാവുന്നു. അല്ലാണ്ട് ക്രിസ്ത്യാനിയുടെ കോളേജ് പാകിസ്ഥാൻ ആക്കാനോ അഫ്ഗാനിസ്ഥാൻ ആക്കാനോ പറ്റത്തില്ല. അത് ക്രിസ്ത്യാനിയുടെ കോളേജ് തന്നെയാണ്. ചിലപ്പോൾ ഞങ്ങൾ അവിടെ കുർബാനയിലും ഞങ്ങളുടെ പിള്ളേരെ പഠിപ്പിക്കും, പക്ഷെ നല്ല രീതിയിലാണ് സ്ഥാപനം നടത്തുന്നത്. അവിടെ എല്ലാവർക്കും വന്ന് പഠിക്കാം. 300 വർഷമായി ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ട്. അവിടെ ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ പള്ളിക്കൂടമാക്കിയിട്ട് ഉണ്ടാക്കിയതാണ് ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ. അല്ലാണ്ട് ലാഭത്തിന് വേണ്ടി ആരാധനാലയത്തിന്റെ അടുത്ത് ഇറച്ചിവെട്ടും മറ്റേ ആക്രിക്കട നടത്തിയ പാരമ്പര്യം അല്ല ക്രിസ്ത്യാനിക്കുള്ളത്. പള്ളിക്കൂടമാക്കിയാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് അതിനെ പിടിക്കാൻ വരുന്നവരെ ഈ രീതിയിൽ തന്നെ കൃത്യമായിട്ട് നേരിടാനുള്ള തന്റെ ഇടം കേരളത്തിലെ എല്ലാ ക്രിസ്ത്യാനിയും മെത്രാന്മാരും കോളേജ് അധികൃതരും കാണിക്കണം. നല്ലവർ മാത്രം നമ്മുടെ സ്ഥാപനത്തിലോട്ട് വന്നാൽ മതി. ഒരു ഡബിൾ വർഷിപ്പിങ്ങും നമ്മുടെ സ്ഥാപനത്തിൽ അനുവദിക്കേണ്ട ആവശ്യമില്ല. അത്രേ ഉള്ളു കാര്യം.